ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഫുഡ് വീഡിയോ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇപ്പം ഇതിലുണ്ടായത് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് മിക്കവാറും ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പറയാൻ ഞാനൊരു കാരണമുണ്ട്. എന്താ വെച്ചാൽ ഞാനതൊരു ദിവസം സ്റ്റാറ്റസ് വെച്ചിരുന്നു. അപ്പോൾ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് സംഭവം, ഇതെന്താണെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, അപ്പോൾ ഇത് അറിയാത്തവരുണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ഏകദേശം എല്ലാവർക്കും, കാരണം ഞാൻ ഈ പറഞ്ഞു തരാൻ പോണ സംഭവം അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. അതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടും ഉണ്ടാവും. ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും, ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ആ സ്റ്റാറ്റസ് വെച്ചതിൻ്റെ ബാക്കിലുള്ളൊരു കഥയാണ് ഞങ്ങളടുത്ത് പറയണേ. അപ്പോൾ ആ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. കുറേ ആൾക്കാർ അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയും ചെയ്തു കേട്ടോ. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുപോലെ എൻ്റെ വ്യൂവേഴ്സിനും ചിലപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഈ ചെറിയ ഐറ്റംസ് എന്താണ്, ഇത് വളർന്ന് വലുതാകുമ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയും. അപ്പോൾ ഈ കുഞ്ഞു സാധനം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിതാ കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മളെ വീട്ടിൽ തന്നെയാണുള്ളത്, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം കേട്ടോ. അപ്പോൾ ഈ മരം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് എന്തിൻ്റെയാണ് എന്നുള്ളത്? കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും അല്ലേ? അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ അതിൻ്റെ കായ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ടും മനസ്സിലാവാത്തവർക്ക് ഞാൻ പേര് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കായ കാണണ്ടേ? അപ്പോൾ ഈ ഭാഗത്ത് കായകളില്ല. അപ്പോൾ ഈ ഭാഗത്ത് കായ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് വെട്ടിക്കളഞ്ഞൊരു ഭാഗമായിരുന്നു, പിന്നെ പുതിയതായിട്ട് വളർന്നതാണ് ഈ ഭാഗം. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. ഈ തൈ ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് ഒരുപാട് വർഷമായിട്ടോ. ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കുഞ്ഞ് തൈ കുഴിച്ചിട്ടിട്ട്, എന്നിട്ട് ഈ മരം വലുതായി, പക്ഷേ കായാളൊന്നും ഉണ്ടാവണില്ല. അപ്പോൾ വിനാട്ടൻ പറഞ്ഞു, എന്തിനാ വെറുതെ ഇത് വളർത്തിണ്ടാക്കണേ, നമുക്ക് വെട്ടിക്കളയല്ലായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം വെട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞാനും ചിന്നും ഇതിനൊക്കെ പറഞ്ഞു, വെട്ടണ്ട, നമുക്ക് നോക്കി നോക്കുക, കായ ഉണ്ടായാൽ നമുക്ക് കാണാമല്ലോ, നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ കായ. അപ്പോൾ വിനാട്ടൻ പറഞ്ഞു, ഇത് ഉണ്ടാവില്ല, വെറുതെ വളർത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ഈ ഒരു കമ്പ് വെട്ടിക്കളഞ്ഞു. ആ ഒരു കമ്പ് മാത്രം വെട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സങ്കടമായി. പിന്നെ വിനാട്ടൻ ഫുള്ള് വെട്ടാതെ, അങ്ങനെ ആ വെട്ടി ഭാഗത്തുനിന്ന് വന്ന ഇലകളാണിത്. അതുകൊണ്ട് ഈ ഭാഗത്ത് കായില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ കായൻ്റെ അടുത്തേക്ക് പോവാം. ടെസ്ബാ. അപ്പം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ടിട്ടാ തോന്നുന്നുണ്ട് എൻ്റെ ടെസ്കുട്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ടെസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ടോ? എന്നാൽ ഞാൻ പേര് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് റംബുട്ടാൻ്റെ കുഞ്ഞ്, റംബുട്ടാൻ കുഞ്ഞ്. കണ്ടില്ലേ? ഇത് വലിയതായിട്ട് വരും. അതായത് കളറിങ്ങനെ, ഇതിപ്പോൾ ഏറ്റവും ചെറുതാളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഏറ്റവും ചെറുതാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഇത്. ഇനി കുറച്ചും കൂടി വലുതാകുമ്പോൾ ഒരു ഇളം ചുവപ്പ് കളർ വരും. നല്ല രീതിക്ക് വലുതാകുമ്പം ചുവപ്പ്, നമ്മളെല്ലാവരും കാണുന്ന ആ കടയിലൊക്കെ കാണണില്ലേ, അങ്ങനത്തെ ആവും. ഞാൻ ഇങ്ങനെയൊക്കെ വിശദമായിട്ട് പറയുമ്പോൾ ഇത് അറിയണവർക്ക് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കേൾക്കാൻ. പക്ഷെ അറിയാത്തവർക്കൊരു കൗതുകമാവുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. രസാ, ഇങ്ങോട്ട് നോക്ക്, ഒക്കെ ചാടിയില്ല നമ്മളെ റംബൂട്ടാന്. ഇതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തേന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ മഴയും കാറ്റൊക്കെ ഉണ്ടായപ്പോഴേ കൊഴിഞ്ഞാടിയതാണ്, കുറേ ചാടി. അങ്ങനെ ചാടിയത് എടുത്തിട്ട് ഞാൻ അങ്ങനെ കയ്യിൽ വെച്ച് സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു. അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് നിറഞ്ഞിങ്ങനെ നിൽക്കണപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നേ. അത് ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഇത് 2 പ്രാവശ്യം വെട്ടിക്കളയാൻ പോയതാണ് വിനാട്ടൻ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങളെ വീട്ടിലെങ്ങനെ ബഡ് തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കായ്ക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയണ്ട, എന്തായാലും ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിന്മേൽ ആദ്യം തന്നെ നിറയെ പൂവിട്ടേന്നു കേട്ടോ. അപ്പോൾ ആ പൂവിട്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ആ പൂക്കൾ അങ്ങനെ കരിഞ്ഞു പോകുമെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം പൂവിട്ടിട്ട് അതുപോലെ തന്നെ അങ്ങനെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച ആദ്യത്തെ പോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കരിഞ്ഞു പോകുമെന്ന്. അപ്പോൾ അന്ന് ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റസ് വെച്ചതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ പൂക്കൾ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ റംബൂട്ടാൻ്റെ കുഞ്ഞു കായയും, അതായത് ഏറ്റവും കുഞ്ഞും, പിന്നെ അതിനെക്കാളും കുറച്ചും കൂടി വലുതും,
പിന്നെ ഒരു ചുവപ്പ്, ഒരു ഇളം ചുവപ്പ് കളറൊക്കെ ആയി വരുന്ന ആ ഒരു കാര്യവും, പിന്നെ നല്ല ചുവപ്പായിട്ട് മൂത്ത് പഴുത്ത് ഇങ്ങനെ നിൽക്കണ ആ ഒരു സ്റ്റേജുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട ആ കുഞ്ഞു റംബൂട്ടാൻ ഇന്നേക്ക് 58 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എത്രമാത്രം വലുതായി ഉണ്ടാവും നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. ഇതാക്കണം കേട്ടോ നമ്മളെ 58 ദിവസമായിട്ടുള്ള റംബൂട്ടാൻ. അപ്പം നല്ല മൂത്ത് നിൽക്കുന്ന കായ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചയാണേ. അപ്പോൾ നമുക്ക് മൂത്തത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അറിയോ? ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഫോം ചെയ്ത് വന്നു, അങ്ങനത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മഞ്ഞ കളറുള്ള. അപ്പോൾ 58 ദിവസമായിട്ട് റംബൂട്ടാൻ്റെ വളർച്ച കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾ കണ്ടല്ലോ ഒരു ഇളം മഞ്ഞ കളറേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് മഞ്ഞയാണോ ചുവപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു നല്ലോണം പഴുത്ത് ചുവന്ന് തുടുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരുപാട് കാലത്തെ നമ്മളെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ റംബൂട്ടാൻ ഇന്ന് വിളവെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 58 ദിവസമായി അന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് സന്തോഷം, ഒരുപാട് അത്ഭുതത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങൾ ഈ റംബൂട്ടാനെ നോക്കി കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മളെ ഒരു അത്ഭുതപ്പെടുത്തിയ റംബൂട്ടാൻ. കാരണം നമ്മൾ കുഴിച്ചിട്ട് തന്നത് എന്താണെന്ന് നമുക്കറിയില്ലെന്നില്ല. സാധാരണ എല്ലായിടത്തും കാണുന്ന ചുവപ്പ് റംബൂട്ടാനാണ്. കടകളിലൊക്കെ ഞങ്ങൾ കണ്ടത് ചുവപ്പ് റംബൂട്ടാനാണ്. അപ്പോൾ ഇത് ചുവപ്പ് തന്നെ ആവുന്നതായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ. പക്ഷെ നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ട് ഇത് മഞ്ഞയാണ്. ഇല്ലേട്ടാ, മഞ്ഞ റംബൂട്ടാനാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു മഞ്ഞ കണ്ടപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. മഞ്ഞ റംബൂട്ടാൻ ഉണ്ടെന്നൊക്കെ ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ 2 നല്ല മഞ്ഞ കളറുള്ളുണ്ട്. നമുക്ക് പറിച്ചെടുക്കാം. എന്തായാലും വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ പറിക്കാറൊരു പറയാണ്ട് അത് ഇതെന്താ വെച്ചാൽ അത്രയും അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കടകളിൽ വരെ ഏകദേശമുള്ള കടകളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇന്നും കൂടി ഞങ്ങൾ അങ്ങാടി പോയി വന്നേന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കി. കാരണം ഈ ഒരു വീഡിയോ ചെയ്യണ്ടല്ലോ. അപ്പോൾ മഞ്ഞ റംബൂട്ടാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ കാവനൂർ ഈ ഒരു ഭാഗത്തെ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. കൂടുതൽ ചോപ്പായതുകൊണ്ട് നമുക്ക് ഈ മഞ്ഞ കാണാൻ പ്രത്യേക ഒരു അതെ, ഇത്രയും തന്നെ ഉണ്ട് മഞ്ഞ കളർ ആവുണ്ടാവുള്ളേക്ക് കേട്ടോ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു പച്ച കളർ ഇതിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഈ തൊപ്പ പോലുള്ള ഈ സംഭവങ്ങൾ മഞ്ഞ കളർ ആവാൻ വഴിയില്ല എന്നൊക്കെ തോന്നുന്നത്. കാരണം കുറേ ദിവസമായി ഇത് ഇങ്ങനെ തന്നെ നിൽക്കണു. ഞങ്ങൾ വിചാരിച്ച് ഇനിയും പഴുക്കുമെന്ന് വിചാരിച്ചിട്ട് പറിക്കാതെ വെച്ചതാണ്. അപ്പോൾ ഇനി പറിച്ചെടുക്കാൻ ഞാൻ ശരിയാവില്ല. കാരണം എല്ലാവർക്കും ഇത് കഴിച്ചൊക്കെ ഉള്ള അത്രമാത്രം ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്കാമെന്ന്. എന്നാൽ കഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ചെറിയൊരു കുഞ്ഞു കൊട്ടയ്ക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ടൈമിലില്ലേ കുറേ അപ്പുറത്ത് മുകളിലൊക്കെയാണ്. ചെറിയൊരു തോട്ടി കെട്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ തൽക്കാലം മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ആ ചുവപ്പ് റംബൂട്ടാൻ്റെ ഇത് പോലെയൊക്കെ തന്നെയാണല്ലേ കണ്ടിട്ട്. എന്താ രസല്ലേ. അപ്പോൾ കഴിച്ചു അതല്ല എൻ്റെ അമ്മ എന്തൊരു മധുരം. പൊട്ടിച്ചൊക്കെ ചോപ്പിന്റെ മരത്തിൽ തന്നെയാണോ നോക്കല്ലേ. സ്മൂത്തായിട്ട് പൊട്ടിട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാ ആ ചുവപ്പ് റംബൂട്ടാനിലാണെങ്കിൽ ഈ കുരുമിൽ കഴിച്ചാലും ഈ ഒരു കുരുമിലുണ്ടാവും ഒരിത്തിരി ഭാഗമെങ്കിലും നമുക്ക് കിട്ടാതെ നമ്മളെ കൊതിപ്പിക്കാനായിട്ട് ആ കുരുമിലുണ്ടാവും. നമ്മൾ ഇഷ്ടമില്ലാതെ വലിച്ചെറിഞ്ഞ് കളയും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എന്നാൽ ഈ ഒരു മഞ്ഞ അതെ അടർന്ന് പോരുണ്ടല്ലേ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അടർന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല മധുരമുണ്ട്, പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായത് ചുവപ്പിനെക്കാട്ടിൽ മഞ്ഞയാണ്. എനിക്ക് ചിന്നോ മഞ്ഞ ഇഷ്ടപ്പെട്ടെ. അല്ല നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് പറയല്ലോ കേട്ടോ. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇങ്ങനത്തെ മഞ്ഞ റംബൂട്ടാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും ആ ചുവപ്പിനെക്കാട്ടിലും ടേസ്റ്റ് ഈ മഞ്ഞക്ക് തന്നെയാണ്. ചുവപ്പിനേക്കാളും മധുരമുണ്ട്. മധുരമുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് തിന്നാനും കിട്ടുന്നുണ്ട്. കുരുമിൽ ഇത്തിരി പോലും ബാക്കിയില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ നല്ല എളുപ്പമാണ്. മറ്റേ ചുവപ്പ് റംബൂട്ടാനാണെങ്കിൽ ഇതുപോലെ പോരൂലല്ലോ. അതെ അതെ. ഇപ്പൊ ഈ ഇളനീര് പോരുന്ന പോലെ പോരുണ്ടല്ലോ എന്താ ഉണ്ടാ. ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കഴിച്ചു നോക്കിയാൽ എൻ്റെ അമ്മ അത്യാവശ്യം നമുക്ക് എന്തായാലും ഞാൻ ഈ മരം വെട്ടിടാൻ നിൽക്കുന്നു. അതൊക്കെ ഞാനിതിൽ ഫസ്റ്റത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
ആ ഭാഗം വെട്ടിയിട്ടേന്നോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞുതരാത്തേ. എന്തായാലും നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വെട്ടിയിടാതെ ആയതുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ പറിച്ച് തിന്നാനായില്ലേ. ഏതായാലും വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ ഇത് മഞ്ഞ റംബൂട്ടാനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യമായത്. ഞങ്ങൾ ബഡ് തൈ വാങ്ങിയതേനെ. അപ്പോൾ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഇതേപോലെ നിറയെ റംബൂട്ടാൻ നമ്മൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ചിന്ന. നമുക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് അമ്മയ്ക്കും ഒൽക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ മനുവിന് അവിടെ കീഴ്ശ്ശേരി വീട്ടിൽ കുറച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഞൈമിലുണ്ട്. ഞങ്ങളിന്ന് കുറച്ച് അങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി പഴുത്തിട്ടൊക്കെ പറിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.